ഹലോ മക്കളെ, ഹൗ ആർ യു ഓൾ? വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, നമുക്കിന്ന് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റ് നോക്കാം. ഓക്കെ, എന്താ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് പറഞ്ഞേ? ടെൻഡർ ടച്ച്. ടെൻഡർ ടച്ച്. എന്താ ടെൻഡർ എന്ന് പറഞ്ഞാൽ? മൃദുവായ, അല്ലേ? ഓക്കെ, മൃദുവായ ടച്ച്, മൃദുവായ സ്പർശം എന്നാണോ അതിൻ്റെ അർത്ഥം ശരിക്കും? അതെ, ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് സ്നേഹത്തോടു കൂടിയുള്ള സ്പർശനം അല്ലെങ്കിലോ കരുണയോടുകൂടിയുള്ള സ്പർശനം എന്നൊക്കെയാണ്. ഓക്കെ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നതിനെ കുറിച്ചാണ് ഈ കഥയിൽ നമുക്ക് പറയുന്നത്. ഓക്കെ, ടെൻഡറിൻ്റെ അർത്ഥം മൃദുവായ എന്നാണ്. ഓക്കെ, ഇനി നോക്കിയേ, താഴെ ഒരു വേർഡ്സ് തന്നിട്ടുണ്ടോ? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. ആരാ പറഞ്ഞത്? മദർ തെരേസ. ഓക്കെ, മദർ തെരേസിനെ അറിയില്ലേ മക്കൾക്ക്? അവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ പിക്ചർ തന്നിട്ടുണ്ടോ? അതാണ് മദർ തെരേസ. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഓക്കെ, എന്താ മദർ തെരേസ പറയുന്നത്? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ്. നിങ്ങളുടെ കൈകൾ നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട്, അല്ലേ, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കൂ. ആൻഡ് ഹാർട്ട്സ് ടു ലവ്, ഹൃദയം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ നോക്കിയ മക്കളെ, ഈ പേജിൽ എന്താ കാണുന്നത് നോക്കിയേ? എന്താണ്? 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? അത് രണ്ടും നോക്കിയാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നോക്കിയേ? അടിയിലൊരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ടോ? കമ്പയർ ദി എബോ പിക്ചേഴ്സ്. വാട്ട് ആർ യുവർ കമൻസ്? എന്താണ് നിങ്ങളുടെ കമൻസ്? 2 പിക്ചറും കമ്പയർ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ കമൻസ് എന്ന് ചോദിക്കലാണ്. എന്താ നോക്കിയേ? 1ാമത്തെ ചിത്രം നോക്കിയേ, ഒരു പെൺകുട്ടി, അല്ലേ? എ ഗേൾ ഈസ് ഫീഡിങ്, അല്ലെങ്കിൽ ഷീ ഈസ് ഗിവിങ് ഫുഡ് ടു ദി ബേർഡ്സ്. അവൾ ഹെൽപ്പ് ചെയ്യലാണ്, അല്ലേ, ബേർഡ്സിന്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പിക്ചർ സി, എന്താ സംഭവിക്കുന്നത്? എ നോട്ടി ബോയ് ഈസ് ഡിസ്റ്റർബിങ് അതേഴ്സ്, അല്ലേ? സി, ഹീ ഈസ് കിക്കിംഗ് മഡ് ഓൺ അതേഴ്സ്. ചവിട്ടി തെറിപ്പിക്കുകയാണ്, ചെളി, മണ്ണ്, അല്ലേ? മണ്ണ് മറ്റുള്ളവരുടെ മേത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. സോ ഇതിൽ ഏത് ആക്ഷനാണ് നല്ലത്? ദ ഫസ്റ്റ് വൺ, അല്ലേ? അതാണ് ടെൻഡർ ടച്ച്. മനസ്സിലായോ? ആ ഒരു സ്നേഹത്തിൻ്റെ എന്താണ് ആ കരുതൽ, അതിന് പറയുന്നതാണ് ടെൻഡർ ടച്ച്. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാമല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ നോക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ടില്ല എല്ലാവരും? നോക്കിക്കോളേ, ടീച്ചർ വായിക്കലാണ്. എ സണ്ണി മോർണിംഗ്. എന്താ സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ? നല്ല സൂര്യപ്രകാശമുള്ള ഒരു രാവിലെ, അല്ലേ? നല്ല വെളിച്ചമൊക്കെയുള്ള നല്ലൊരു ദിവസം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. Sasha, it's getting late, dear. Mother called Sasha in a soft voice. എന്താ പറയുന്നേ? ദ മോർണിംഗ് സൺ, രാവിലെ സൂര്യൻ, പീപ്ഡ്. എന്താ പീപ്ഡ് എന്ന് പറഞ്ഞാൽ? എത്തി നോക്കുക, അല്ലേ? അവിടെ നോക്കിയാൽ ചിത്രം കൊടുത്തിട്ടുണ്ടോ? ഗേൾ ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ. ജനലിനുള്ളിലേ കൂടെ എത്തി നോക്കലാണ്, ഒളിച്ചു നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നെല്ലാം പറയാം. അതാണ് പീപ്ഡ്. ഓക്കെ, സൂര്യൻ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ എന്താ? ജനലിൻ്റെ ഉള്ളിലേ കൂടി വിളിച്ച് സൂര്യൻ ഉള്ളിലേക്ക് വന്നു, അല്ലേ? നല്ല സൂര്യൻ ഉദിച്ച സമയമായി, അത്രയേ ഉള്ളൂ. ഓക്കെ, ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദി വിൻഡോ. അപ്പോൾ അമ്മ വിളിക്കലാണ്, മോളെ സാഷ എഴുന്നേൽക്കൂ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. മദർ കോൾഡ്, അമ്മ വിളിച്ചു പറഞ്ഞു. സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. ഷീ വാസ് ഹാഫ് അസ്ലീപ്. അവൾ പകുതി ഉറക്കത്തിലായിരുന്നു. ഓക്കെ, ഉറക്കം ഞെട്ടി, പക്ഷെ എഴുന്നേറ്റില്ല, മടിച്ച് കിടക്കലാണ്, അല്ലേ? നിങ്ങളൊക്കെ കിടക്കലുണ്ട് അങ്ങനെ? ഇല്ല, അല്ലേ? അമ്മ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ എണീക്കലില്ല എല്ലാവരും? യെസ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ നല്ല മക്കളാണ്, ടീച്ചർക്കറിയാം. ഓക്കെ, അപ്പോൾ എന്താ സാഷ പറയുന്നതൊക്കെ? ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. എന്നെ കുറച്ച് നേരം കൂടി ഇറങ്ങാൻ വിടമ്മ പ്ലീസ്, സാഷ പറയലാണല്ലേ? അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. നോ മോളെ, ഇല്ല മോളെ, ഇനിയും കിടക്കാൻ പറ്റില്ല, ഓൾറെഡി ലേറ്റായി, എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് അമ്മ അടുത്ത് വന്നിരുന്ന് അവളുടെ തലയിൽ ഇങ്ങനെ ജെന്റ്ലി പാറ്റഡ്. എന്താ പാറ്റഡ് എന്ന് പറഞ്ഞാൽ? വാത്സല്യത്തോടെ തടവി. ഓക്കെ, പാറ്റഡ് എന്ന് പറഞ്ഞാൽ തടവി. ഓക്കെ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ തടവുന്നതിനാണ് പാറ്റഡ് എന്ന് പറയുക. ഓക്കെ, സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. 2 കൈയും കൊണ്ട് കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റിരുന്നു. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? ലവ്ലി. She took a deep breath. എന്തോ മണം വരുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ?
ലവ്ലി, നല്ല എന്തോ മണം വരുന്നുണ്ട് അല്ലേ. ഷീ ടുക്ക് എ ഡീപ് ബ്രത്ത്. എങ്ങനെ ഡീപ് ബ്രത്ത് എടുക്കുക നിങ്ങൾ എടുത്തേ? നല്ല മണം വരുന്നുണ്ട്, നല്ല എന്താ പറയുക, നല്ല എന്താ ഒരു പൂവിൻ്റെ മണം, അല്ലെങ്കിൽ നല്ല നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ മണം വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയോ. എന്നിട്ട് മണം പിടിച്ച് ഡീപ് ബ്രത്ത് എടുത്തു അല്ലേ. ഷീ ടുക്ക് എ ഡീപ് ബ്രത്ത്. എന്നിട്ടോ ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹർ. അവൾ കിച്ചണിലേക്ക് ഓടി, അമ്മ പുറകെ തന്നെ പോയി അല്ലേ. എന്നിട്ട് അടിയിലത്തെ 2 ക്വസ്റ്റ്യൻ നോക്കി, എന്താ പറയുന്നത് നോക്കിയേ. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനാണ് സാഷ കിച്ചണിലേക്ക് ഓടിയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കണ്ടിട്ടുണ്ടാവുക? നമുക്കത് അടുത്തതിൽ കാണാം അല്ലേ. അടുത്ത പേജിൽ നോക്കാമല്ലോ നമുക്ക് എന്താ കണ്ടിട്ടുണ്ടാവുക സാഷ എന്ന്. ഓക്കെ, നോക്കിയേ. അടുത്തത് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തോ ഒരു സ്നാക്ക് പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അച്ഛനാണ് കിച്ചണിൽ അല്ലേ. അച്ഛൻ കിച്ചണിൽ ബിസിയാണ്. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹി സെഡ്. അച്ഛൻ പറഞ്ഞു, സാഷ മോളെ യുവർ ഫേവറേറ്റ്, നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അമ്മ ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് സ്കൂൾ? സാഷ ആസ്ക്ഡ്. എന്താ ചോദിച്ചത്? അമ്മേ ഞാൻ ഇതിനകത്ത് കുറച്ച് എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി മദർ സെഡ്. ഷുവർ മോളെ, നിനക്ക് തീർച്ചയായിട്ടും കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാം, നീ വേഗം പോയി റെഡി ആയിട്ട് പോകാമെന്ന് പറഞ്ഞു അമ്മ. ഷീ വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ പാട്ടൊക്കെ പാടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് ഓടിയല്ലേ. വേഗം റെഡി ആവണ്ടേ, കുളിച്ച് റെഡിയായി വരാൻ വേണ്ടി അവൾ പാട്ടൊക്കെ പാടിക്കൊണ്ട് എവിടേക്ക്? വാഷ്റൂമിലേക്ക് അല്ലേ, ബാത്റൂമിലേക്ക് ഓടി. സാഷ ആരൻറ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അപ്പോൾ പെട്ടെന്ന് ആരുടെയോ ഒരു ചോദ്യം കേട്ടു. സാഷ നീ ഇനി റെഡി ആയിട്ടില്ലേ? ആരാ ചോദിച്ചത്? ഇറ്റ് വാസ് നവീൻ, ഹെർ ഫ്രണ്ട്. അവളുടെ കൂട്ടുകാരൻ നവീനാണത് ചോദിച്ചത്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവൻ ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കലായിരുന്നു അല്ലേ. ജസ്റ്റ് 5 minutes. സാഷ hurried up. ഓ നീ എത്തിയതാ, ഒരു 5 minute ഞാനിതാ വരുന്നു. സാഷ hurried up. സാഷ തിരക്കിൽ പറഞ്ഞതാ ഞാനിപ്പോൾ വരുന്നതുകൊണ്ട് സാഷ ഒക്കെ കൂടി തിരക്ക് കൂട്ടി ചെയ്തു. ഇനി നോക്കിയേ, താഴെ ക്വസ്റ്റ്യൻ കണ്ടോ? അച്ഛൻ കുക്ക് ചെയ്തതിൻ്റെ അടിയിൽ 2 ക്വസ്റ്റ്യൻ നോക്കി, എന്താ അത് പറയുന്നത്? വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? എന്താണ് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാൻ പറ്റുമോ? അച്ഛൻ എന്താ ഉണ്ടാക്കുന്നത്? അവിടെ ഒരു ചെറിയ പാത്രമൊക്കെ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നോക്കാം അല്ലേ. ഓക്കെ, നോക്കിയേ. ദ സർപ്രൈസ്. എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ? അത്ഭുതം അല്ലേ, അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം, അതാണ് സർപ്രൈസ് അല്ലേ. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ബെല്ലടിക്കുന്നതിൻ്റെ കുറച്ച് ജസ്റ്റ് മുമ്പിലായിട്ട് സാഷയും നവീനും സ്കൂളിലെത്തി. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. നല്ല മണമുണ്ടല്ലോ, നിന്റെ ബാഗിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്, എന്താ നിന്റെ ബാഗിലുള്ളത്? നവീൻ ചോദിച്ചു. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അതൊരു സർപ്രൈസ് ആണല്ലേ, അതൊരു നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമാണ്, ഞാൻ സർപ്രൈസ് ആയിട്ട് തരാം. ഒരു അത്ഭുതമാണ്, ആശ്ചര്യമുള്ളൊരു സംഭവമാണ്, ഞാൻ തരാം. ഓക്കെ, വെയിറ്റ് ഫോർ എ വൈൽ. സാഷ took out the tiffin box and opened it. സാഷ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് പുറത്തെടുത്ത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം! നവീൻ എക്സ്ക്ലെയിംഡ്. വാവ്, എൻ്റെ അപ്പോ സൂപ്പർ, ഉണ്ണിയപ്പം അല്ലേ. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ ആശ്ചര്യത്തോടെ ഒച്ചത്തിൽ എന്താ പറയുക, ഒച്ചയാക്കി, ഭയങ്കര സന്തോഷത്തിൽ ഒച്ചയാക്കി വാവ് എന്ന് പറഞ്ഞു. ഓക്കെ, all the children rushed towards Sasha. നവീൻ അങ്ങ് ഒച്ചയാക്കിയപ്പോഴത്തേക്കും എന്താണ്, എല്ലാ കുട്ടികളും കൂടി ഓടി സാഷയുടെ അടുത്തേക്ക് വന്നു. റഷ്ഡ്, RUSHED, റഷ്ഡ്, എല്ലാവരും ഓടി വന്നു. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഇസ് ഇനഫ് ഫോർ എവ്രി വൺ, നവീൻ സെഡ്. എന്താ നവീൻ പറയുന്നത്? വെയിറ്റ്, എല്ലാവരും കൂടി തിരക്ക് കൂട്ടൊന്നും വേണ്ട, എല്ലാവർക്കും തരാനുള്ളതുണ്ട്. ദർ ഇസ് ഇനഫ്, ആവശ്യത്തിന് എല്ലാവർക്കും തരാനുള്ളതുണ്ട്. ഓക്കെ, ആരും തിരക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞു, നവീൻ പറഞ്ഞു അല്ലേ. At that moment, someone appeared at the window. ആ സമയത്ത് ആരോ ഒരാൾ വിൻഡോൻ്റെ അടുത്ത്, വിൻഡോ എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ അടുത്ത് അപ്പിയർ ചെയ്തു. ആരാ അപ്പിയർ ചെയ്തു പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. ആരോ ഒരാൾ അവിടെ വന്ന് നോക്കി. ഹേ, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു, ഹേ, ഹു ഇസ് ദാറ്റ്? അതാരാ അത്? സാഷ ചോദിച്ചു. എന്നിട്ട് നോക്കി അടിയത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. ഹൂ കുഡ് ദാറ്റ് ബി? അതാരായിരിക്കും? സാഷ ആരെയോ ജനലിൻ്റെ അടുത്ത് കണ്ടു. അതാരായിരിക്കും? നിങ്ങളോട് ചോദിക്കലാണ്. ഓക്കെ, ആരായിരിക്കും? ഗസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളെ മക്കളെ. ആ, ഇനി പറയലാണ് ആരാ വിൻഡോൻ്റെ അടുത്ത് വന്നതല്ലേ. എ ഗേൾ അറ്റ് ദ വിൻഡോ. വിൻഡോൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ വിൻഡോൻ്റെ അടുത്തേക്ക്, ജനലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആരാ പറഞ്ഞത്? നവീൻ പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ ക്ലാസ്സിലേക്ക് എല്ലാവരും കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് അല്ലേ. എന്താ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാനുള്ള ആകാംക്ഷ അല്ലേ. ജിജ്ഞാസയോടുകൂടി, ആകാംക്ഷയോടുകൂടി ആ കുട്ടി എല്ലാവരെയും നോക്കി. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളുടെ മെസ്സി ഹെയർ. എന്താ മെസ്സി എന്ന് പറഞ്ഞാൽ? ഫുട്ബോൾ കളിക്കുന്ന മെസ്സി അല്ല കേട്ടോ. ഇത് മെസ്സി ഹെയർ. മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ, നമ്മൾ മുടി ചീകാണ്ട് ഇങ്ങനെ പാറി പറന്ന് കിടക്കൂലേ, അങ്ങനെയുള്ള മുടിക്കാണ് മെസ്സി ഹെയർ എന്ന് പറയാം. ഓക്കെ. വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. കാറ്റിൽ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. ചീകി വെച്ചിട്ടൊന്നുമില്ല മുടി അല്ലേ. ഷീ ലുക്ക്ഡ് വെരി ടയർഡ്. അവൾ ഭയങ്കര ക്ഷീണിച്ച പോലെ ഉണ്ടായിരുന്നു. സാഷ വെന്റ് ടു ദ വിൻഡോ. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ പതുക്കെ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ഷീ ഓഫേർഡ്, കൊടുത്തു അല്ലേ, ഓഫർ ചെയ്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. ആ പെൺകുട്ടി ആ ഉണ്ണിയപ്പം വാങ്ങാണ്ട് അവിടുന്ന് ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷാസ് ഐസ് എന്ന് വെച്ചാൽ എന്താ? ഫോളോഡ് ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ? സാഷ ഇങ്ങനെ നോക്കി നിന്നു അല്ലേ. സാഷയുടെ കണ്ണ് മാത്രം പോയി എന്നല്ല അർത്ഥം. സാഷ ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് ഇങ്ങനെ നോക്കി നിന്നു. അതാണ് സാഷാസ് ഐസ് ഫോളോഡ് ഹെയർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. ആ പെൺകുട്ടി അങ്ങനെ ഓടിപ്പോയിട്ട് ബുഷസിൻ്റെ ഇടയ്ക്ക്, എന്താ ബുഷസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി അല്ലേ. അവിടെ കണ്ടോ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടോ കുറ്റിച്ചെടീൻ്റെ? അങ്ങനത്തെ ഒരു ചെടീൻ്റെ ഉള്ളിലേക്ക് ഡിസപ്പിയർ ആയി, എന്ന് വെച്ചാൽ അപ്രത്യക്ഷയായി, കാണാണ്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചു പോയി. വേർ ഡസ് ഷീ ലിവ്? അവൾ എവിടെയാണ് ജീവിക്കുന്നത്? സാഷ ആസ്ക്ഡ് നവീൻ. നവീനോട് ചോദിച്ചു, വേർ ഡസ് ഷീ ലിവ്? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ആ, നവീൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഉണ്ണിയപ്പം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കല അല്ലേ. ആ ഉണ്ണിയപ്പം തിന്നുകൊണ്ടിരിക്കുന്ന നവീനോട് നമ്മുടെ സാഷ ചോദിച്ചു, വേർ ഡസ് ഷീ ലിവ്? അവൾ എവിടെ താമസിക്കുന്നത്? എവിടെയാ? ഐ ഡോണ്ട് നോ, ഹി സെഡ്. എനിക്കറിയില്ല. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. പാവം കുട്ടി, അവളുടെ ഡ്രസ്സൊക്കെ കീറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു സാഷ അല്ലേ. സാഷയ്ക്ക് സങ്കടം വന്നു പെൺകുട്ടിയെ കണ്ടപ്പോൾ. ആ ക്വസ്റ്റ്യൻ നോക്കി, എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? വൈ ഡിഡിൻറ്റ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഉണ്ണിയപ്പം ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? അവൾക്ക് എന്തെങ്കിലും പേടിയായിരിക്കും അല്ലേ. അവളോട് ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും ആരെടുത്തൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ അവൾക്ക് ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ പേടിയായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അതുകൊണ്ടായിരിക്കും അവൾ ഉണ്ണിയപ്പം വാങ്ങാണ്ട് ഓടിപ്പോയത്. ദ ഗേൾ കംസ് അഗെയിൻ. പെൺകുട്ടി വീണ്ടും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ഇത് ടീച്ചർ പാടിക്കൊടുക്കലാട്ടോ, പാട്ട് പാടിക്കൊടുക്കലാണ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. എന്താ പറയുന്നത്? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് നമ്മളുടെ ടെൻഷനും ഒക്കെ മാറ്റിയിട്ട്, എന്താണ്, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊരു സന്തോഷമാക്കി മാറ്റി കൊടുക്കാൻ കഴിയും, ഒരു പുഞ്ചിരിയാക്കി മാറ്റാൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് കഴിയും. നമ്മൾ ആകെ തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമുള്ള സമയത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ സങ്കടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രശ്നങ്ങളെ അതിനെ മാറ്റിയിട്ട് സ്മൈൽ, ഒരു പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയും. ഫ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നെറ്റി ചുളിക്കുക എന്നാണ്. നെറ്റി ചുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടമൊക്കെ വരുമ്പോൾ നെറ്റി, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ നെറ്റി ഇങ്ങനെ ചുരുട്ടി പിടിക്കില്ലേ, അതിന് പറയുന്നതാണ്. ഇങ്ങനെ ആക്കി നമ്മൾ നെറ്റി ഇങ്ങനെ ചുരുട്ടി പിടിക്കില്ലേ, അതിന് പറയുന്നതാണ് ഫ്രൗൺ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ടെൻഷന്, നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മുടെ ടെൻഷന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് മാറ്റിത്തരും, എന്നിട്ട് അത് പുഞ്ചിരിയാക്കി മാറ്റും, സന്തോഷമാക്കി മാറ്റും. മനസ്സിലായോ? മിസ് അനുപമ, their teacher, was singing a song in the class. അവരുടെ ടീച്ചറുടെ പേരെന്താ പറ?
മിസ് അനുപമ. യെസ്, അവരുടെ ടീച്ചറാണ് മിസ് അനുപമ. ഷി വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലൊരു പാട്ട് പാടിക്കൊടുക്കലായിരുന്നു. ഈ പാട്ടാ പാടിയത്, മേലെ പറഞ്ഞ പാട്ട്. ഓക്കെ. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ നേരത്തെ വന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു. എവിടെ? ക്ലാസിൻ്റെ ഡോറിൻ്റെ മുമ്പിലായിട്ട് കണ്ടു. പുവർ ഗേൾ, പാവം കുട്ടി. ഐ തിങ്ക് ഷി വാണ്ട്സ് ടു കം ഇൻ, സാഷ മർമേർഡ്. പാവം കുട്ടിയല്ലേ, എനിക്ക് തോന്നുന്നു അവൾക്ക് ക്ലാസ്സിൽ വരണം തോന്നുന്നു അല്ലേ, നമുക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ക്ലാസ് കേൾക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. സാഷ മർമേർഡ് എന്ന് പറഞ്ഞാൽ പെറുപെടുത്തു. സ്വന്തം നമ്മളിങ്ങനെ പറയില്ലേ, എനിക്ക് തോന്നുന്നു പാവം കുട്ടിക്ക് ക്ലാസ്സിൽ വരണം തോന്നുന്നു. നമ്മളിങ്ങനെ പതുക്കെ സൗണ്ടിൽ ഒച്ചത്തിൽ എല്ലാവരോടും പറഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ സൗണ്ടിൽ പറയില്ലേ, അതിനാണ് പെറുപെറുത്തുക, മർമർ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, മർമേർഡ്, MURMURAD. ലിസൺ സെഡ് ദ ടീച്ചർ. ഏയ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ, ലിസൺ. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. ടീച്ചറുടെ ഒച്ച കേട്ടപ്പോൾ പെൺകുട്ടി പേടിച്ചിട്ട് ഓടിപ്പോയി അല്ലേ. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തിനായിരിക്കും ആ പെൺകുട്ടി വീണ്ടും വന്നിട്ടുണ്ടാവുക? അത് സാക്ഷ ചിന്തിച്ചു തന്നെ ആയിരിക്കും അല്ലേ. പെൺകുട്ടിക്ക് ക്ലാസ്സിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ടായിരിക്കും പാവ പെൺകുട്ടി വീണ്ടും വന്നിട്ടുണ്ടാവുക. ഇനി നോക്ക്, ലല്ലബി. എന്താ ലല്ലബി എന്ന് പറഞ്ഞാൽ? താരാട്ടുപാട്ടാണ് ലല്ലബി എന്ന് പറയാം കേട്ടോ. താരാട്ടുപാട്ടുകൾ അറിയില്ലേ? അമ്മ നിങ്ങൾ പാടി ഓർക്കുന്ന പാട്ടുകളില്ലേ, അതൊക്കെയാണ് താരാട്ടുപാട്ടുകൾ അല്ലേ. അതിനാണ് ലല്ലബി എന്ന് പറയുക. ഓക്കെ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വെർ വാക്കിംഗ് ഹോം. സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം സാഷയും നവീനും വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. ഓൺ ദ വേ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. ആരോ ഒരു പാട്ട് പാടുന്നവർ കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താ പറയുന്നത്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർ നമ്മളെ സഹായിക്കും അല്ലേ. ലെൻഡ് എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കും. ദേ വിൽ ഹെൽപ്പ് അസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. എന്താ പറയുന്നത്? നമുക്ക് നല്ല ഗുഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, ട്രയൽസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് അവർ നമ്മളെ സഹായിക്കും. നവീൻ, ഡു യു ഹിയർ എ സോങ്? ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്ക്ഡ്. എന്താ ചോദിച്ചേ? നവീൻ, ഡു യു ഹിയർ ദ സോങ്? നവീന, നീ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ? സാഷ ചോദിച്ചു. That's the song our teacher taught us today, Naveen replied. That is the song our teacher taught us today. അത് ഇന്ന് നമ്മുടെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ച പാട്ടാണല്ലോ, നവീൻ പറഞ്ഞു. But who is singing? Come, let's find out. എന്താ പറയുന്നത്? പക്ഷെ അത് ആരെയൊക്കെ പാടുന്നുണ്ടാവുക? വാ നമുക്ക് പോയി നോക്കാലോ എന്ന് പറഞ്ഞു. രണ്ടാളും കൂടി അല്ലേ. നവീൻ പറഞ്ഞു വാ നമുക്ക് പോയി നോക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അതാരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകലാണ് അല്ലേ. ഓക്കെ, അതിൻ്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് ആരായിരിക്കും പാടിയതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ആരായിരിക്കും? ഗസ് ചെയ്. ഓക്കെ, എ പ്ലസന്റ് സർപ്രൈസ്. എന്താ എ പ്ലസന്റ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ? സർപ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിശയമാണ് അല്ലേ. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷത്തോടെയുള്ള അതിശയം. എന്ന് വെച്ചാൽ എന്താ മീൻസ് എന്താ സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അതാണ് പറയുന്നത്. ഇവിടെ ഒരു സർപ്രൈസ് നടന്നു. എന്താ നമുക്ക് നോക്കാലോ. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ആ പെൺകുട്ടിയെ സ്പോട്ട് ചെയ്തു. എവിടെ? നിയർ എ ട്രീ, ഒരു മരത്തിൻ്റെ അടുത്തായിട്ട് ആ പെൺകുട്ടിയെ സാഷയും നവീനും കണ്ടു. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കണ്ടു, അവിടെ കണ്ടു അവർ. അവൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷി വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അവൾ അവളുടെ ചെറിയ അനിയനെ ക്രാഡ്ലിംഗ്, തൊട്ടിലിട്ട് പാട്ടുപാടി ഉറക്കലായിരുന്നു. ക്രാഡിൽ കണ്ടോ? താഴെ ചിത്രം കണ്ടോ? ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. How quickly has she learned the song? Naveen whispered to Sasha. അവൾ എത്ര വേഗം ആ പാട്ട് പഠിച്ചെടുത്തതല്ലേ. How quickly has she learned the song? Naveen whispered to Sasha. എന്താ വിസ്പർ എന്ന് പറഞ്ഞാൽ? വിസ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചെവിയിൽ നമ്മൾ സ്വകാര്യം പോലെ പറയില്ലേ. എന്താ താഴെ കണ്ടോ? വിസ്പറിങ് കണ്ടോ? സാഷയുടെ ചെവിയിൽ നവീൻ പറഞ്ഞു. എത്ര വേഗം അവൾ ആ പാട്ട് പഠിച്ചതല്ലേ. The girl saw them and smiled. ആ പെൺകുട്ടി നവീനെയും സാഷയും കണ്ടിട്ട് അവരോട് ചിരിച്ചു.
ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. മുടിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മെസ്സി ആയിട്ട് കിടക്കലാണ്, ഇങ്ങനെ അങ്ങനെ എന്താണ് ചീകൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കലാണ്. അവൾ വേഗം അവളുടെ കൈ കൊണ്ട് ആ മുടിയൊന്ന് ചീകി ഒതുക്കാൻ വേണ്ടി നോക്കി. യു സിങ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. നവീൻ പറഞ്ഞു, നീ സൂപ്പറായിട്ട് നല്ല മനോഹരമായിട്ട് നീ പാടുന്നുണ്ടല്ലോ എന്ന് അപ്രീഷിയേറ്റ് ചെയ്തല്ലേ, അഭിനന്ദിച്ചു. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. ഓക്കെ. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്ക് ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായി. എന്തായിരിക്കും ഗിഫ്റ്റ് നമുക്ക് നോക്കാം. താഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും സാഷയുടെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. ദ ഗിഫ്റ്റ്, സമ്മാനം. ഓക്കെ, സാഷയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം തോന്നില്ലേ പെൺകുട്ടിക്ക്? എന്താണ് ആ ഗിഫ്റ്റ് നമുക്ക് നോക്കാലോ. സാഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ അവളുടെ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുക്ക് പുറത്തെടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. ഒരു ബുക്കാണ് അല്ലേ, അതിൻ്റെ അത് കുറേ പിക്ചർ ഉണ്ടാവും, അതിന് കഥകളും ഉണ്ടാവും. അങ്ങനെ കഥയും പിക്ചറും ഉള്ള ഒരു പുസ്തകമാണ് അവൾ പുറത്തെടുത്തത്. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇതാ നിനക്കൊരു സമ്മാനം. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ ആ ബുക്ക് എടുത്തിട്ട് ആർക്ക് കൊടുത്തു? ആ പെൺകുട്ടിക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. കൈ രണ്ടും അവൾ വേഗം അവളുടെ പാവാടയിൽ തുടച്ചു അല്ലേ. ബുക്ക് വാങ്ങുമ്പോൾ നോക്കി എത്ര ഇഷ്ടത്തോടെ അവൾ ആ ബുക്ക് വാങ്ങുന്നത് നോക്കി. രണ്ട് കൈയും, കയ്യിൽ എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടാവും അല്ലേ, കൈ വേഗം അവൾ ഡ്രസ്സിൽ തുടച്ചിട്ടാണ് അവൾ ആ ബുക്ക് വാങ്ങുന്നത്. ഷി റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ചിരിച്ചോണ്ട് സന്തോഷത്തോടു കൂടി അവൾ ആ ബുക്ക് വാങ്ങി, സ്വീകരിച്ചു. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. കവിത, ഹു ഇസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. കവിതയെ, അപ്പൊ പെൺകുട്ടിയുടെ പേരെന്താ? കവിത അല്ലേ, KABITH കണ്ടോ, കവിത. ഹു ഇസ് ദർ? ആരാ അവിടെ? അവളുടെ അമ്മ ഉച്ചത്തിൽ അവിടുന്ന് വിളിച്ചു ചോദിച്ചു. കോൾഡ് ഔട്ട്. ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ് ഹിയറിംഗ് ദ വോയിസ്. അവളുടെ അമ്മേൻ്റെ ഒച്ച കേട്ടത്തേക്ക് നവീൻ പറഞ്ഞു, വാ നമുക്ക് വേഗം പോകാം അല്ലേ, ഇവിടെ നിൽക്കണ്ട, വേഗം പോകാമെന്ന് പറഞ്ഞു നവീൻ. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സാഷ സജസ്റ്റഡ്. എന്താ സാഷ പറഞ്ഞത്? അവരുടെ ടീച്ചർ ഉണ്ട് അല്ലേ, എന്താ ടീച്ചറുടെ പേര്? അനു ടീച്ചർ. നേരത്തെ നമ്മൾ പാട്ട് പാടിക്കൊടുക്കുന്ന ടീച്ചറെ കണ്ടില്ലായിരുന്നു? ആ ടീച്ചർ. അപ്പോൾ സാഷ പറയാണ്, നമുക്ക് ഇവളെക്കുറിച്ച് നമ്മുടെ അനു ടീച്ചറോട് പറയണം. എന്തായാലും അനു ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല. സാഷ സജസ്റ്റഡ്, സാഷ നിർദ്ദേശിച്ചു. സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചു. ഓക്കെ. വൈബ്ഡ് എന്ന് പറഞ്ഞാൽ തുടച്ചു. ഓക്കെ. പിന്നെന്താ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയേ. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? അനു ടീച്ചർ കവിതനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കോ? ഹൗ, എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക നോക്കാലോ. ദ സ്മൈൽ, പുഞ്ചിരി അല്ലേ. ആരോ ഇവിടെ പുഞ്ചിരിക്കുന്നുണ്ട് സന്തോഷത്തോടുകൂടി. നമുക്ക് നോക്കാം ആരാന്ന് നോക്കാലോ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ സുഹൃത്തുണ്ട്, പുതിയൊരു കൂട്ടുകാരിയുണ്ട്, ഒരു പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവൾ കുറേ ദൂരെയുള്ളൊരു കുട്ടിയാണ്, കുറേ ദൂരെ താമസിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ വീട് ഇവിടെയൊന്നും അല്ല. ലെറ്റ്സ് വെൽക്കം ഹെർ. നമുക്ക് അവളെ സ്വാഗതം ചെയ്യാലോ. ലെറ്റ്സ് വെൽക്കം ഹെർ, നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. നോക്കിയ താഴെ ചിത്രം കണ്ടോ? സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഹെഡ് മാസ്റ്റർ നമ്മുടെ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക്, ബാക്കിയുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അവളെ പരിചയപ്പെടുത്തി കൊടുത്തതാണ് അല്ലേ. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. കവിത മുന്നോട്ട് വന്നു. ഡ്രസ്ഡ് എന്ന് വെച്ചാൽ ഡ്രസ്സ്, നല്ല യൂണിഫോം ഒക്കെ ഇട്ട്, സ്കൂളിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അവൾ മുന്നോട്ട് വന്നു. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. അവൾ സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കി ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ പാരൻസിനെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിക്കാൻ തുടങ്ങി. ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കൈയടിക്കുക. ഓക്കെ. ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. ഞാൻ സാഷയെയും നവീനെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. എന്തിനാണ്? അവരാണ് കവിതയെ ഈ സ്കൂളിൽ കൊണ്ടുവന്നത്. ഇവിടെ ചേർത്തത് ആരാണ്? സാഷയും നവീനുമാണ്. സോ ഐ കൺഗ്രാറ്റുലേറ്റ്, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയസ്. സാഷയും നവീനെയും
ഡയസിലേക്ക്. ഡയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗമില്ലേ? എവിടെ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടോ? അയാൾ സംസാരിക്കുന്നത് കണ്ടോ? ആ ഉയർന്നു നിൽക്കുന്ന അതിന് പറയുന്നതാണ് ഡയസ്. ഓക്കെ. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്റർ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു കൈകൊട്ടു, നല്ലോണം കൈകൊട്ടു എന്ന് പറഞ്ഞിട്ട് സാർ എല്ലാവരെയും എൻകറേജ് ചെയ്തു അല്ലെ, പ്രോത്സാഹിപ്പിച്ചു കൈകൊട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡയസ്? എന്തിനാണ് സാഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് ചെയ്തത് ഡയസിലേക്ക്? എന്തിനാണ്? ടു കൺഗ്രാജുലേറ്റ് ദം അല്ലേ, ഫോർ ഹെൽപ്പിംഗ് ദ ഗേൾ ഓക്കെ ടു ജോയിൻ സ്കൂൾ. ഓക്കെ, അതിന് വേണ്ടിയാണ്, അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് അവർ രണ്ടായിരം ഡയസിലേക്ക് വിളിച്ചത്. ടിയേഴ്സ് ഓഫ് ജോയ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് അല്ലേ, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പം എന്തായത്? സന്തോഷ കണ്ണുനീർ, ആനന്ദാശ്രു എന്ന് പറയും അല്ലേ, അതാണ് ടിയേഴ്സ് ഓഫ് ജോയ്. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. അപ്പം ഹെഡ് മാസ്റ്റർ സാഷേനെയും നവീനും സ്റ്റേജിലേക്ക് വിളിച്ചു അല്ലേ, അങ്ങനെ അവർ സാഷയും നവീനും സ്റ്റേജിലേക്ക് നടന്നുപോയി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. എന്ത് ചെയ്തു ഹെഡ് മാസ്റ്റർ? രണ്ടുപേർക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു അല്ലേ. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. കുട്ടികളെല്ലാവരും കൈകൊട്ടാൻ തുടങ്ങി, കൈകൊട്ടിക്കൊണ്ടേയിരുന്നു, അവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്ലോഡഡ്, APPLAUDED, അപ്ലോഡഡ് എന്ന് വെച്ചാൽ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു, അപ്ലോഡഡ്. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത ആ പെൺകുട്ടി സാഷയെയും നവീനെയും ഇങ്ങനെ നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ നല്ല എന്താണ്? ബ്രൈറ്റൻഡ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക, സന്തോഷം കൊണ്ട് തിളങ്ങി അല്ലേ. സന്തോഷം കൊണ്ട് മാത്രമല്ല, നന്ദി കൊണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. ആരോടുള്ള നന്ദിയാണ്? സാഷയോടും നവീനോടും അല്ലേ. അവർ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവൾക്ക് സ്കൂളിൽ വരാൻ പറ്റിയത് കൊണ്ട്, അതുകൊണ്ട് അവരോടുള്ള സന്തോഷം കൊണ്ട്, അവരോടുള്ള നന്ദി കൊണ്ട് അവളുടെ കണ്ണുകൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് തിളങ്ങി. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചേഴ്സ് സോങ്, അനു ടീച്ചറുടെ പാട്ട് വാസ് എക്കോയിങ്. എക്കോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മുഴങ്ങി കേൾക്കുക, അത് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇൻ എവറി മൈൻഡ്, എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചർ പഠിപ്പിച്ച് ആ പാട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഓർമ്മയിൽ വന്നു അവരുടെ മനസ്സിലൊക്കെ. ഏത് പാട്ടാ? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്, ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. എന്താ പറയുന്നത്? ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. സ്വർണത്തിനേക്കാളും വിലപിടിപ്പുണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായാൽ അല്ലേ. ഗിവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. നമ്മുടെ ഹൃദയത്തിന് നൽകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലവ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുക. കാരണം ഒരു സുഹൃത്തുണ്ടായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വലിയൊരു ആശ്വാസമാണ് അല്ലേ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. കേട്ടിട്ടില്ലേ മക്കളെ? അതാണ്. സോ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്നേഹവും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കുക. കാരണം സുഹൃത്ത് എന്ന് പറയുന്നത് ഗോൾഡിനെക്കാളും സ്വർണത്തെക്കാളും വാല്യൂ ഉള്ളതാണ്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്നിട്ട് ഹഗ്ഡ്, HUGGED, ഹഗ്ഡ്. എന്താ ഹഗ്ഡ് എന്ന് പറഞ്ഞാൽ? കെട്ടിപ്പിടിച്ചു. ഓക്കെ, നോക്കിയേ, ടീച്ചർ കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? ഹഗ് ചെയ്തു. ഓക്കെ, ഹഗ്ഡ് കവിത. ദ ഗേൾ സ്മൈൽഡ്. ആ കുട്ടി ചിരിച്ചു, പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. എന്താ പറയുന്നത്? ഒരു ചെറിയ കണ്ണുനീർ തുള്ളി ഗ്ലിറ്റേർഡ് എന്ന് വെച്ചാൽ തിളങ്ങി. കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വന്നു അല്ലേ. ഗ്ലിറ്റേർഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി. അതെങ്ങനെ തിളങ്ങുക വെച്ചാൽ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണത് അല്ലേ. ടിയേഴ്സ് ഓഫ് ജോയ്, ആനന്ദാശ്രമാണത്. അതിന് സങ്കടമല്ല, സന്തോഷമാണ്. അതുകൊണ്ടാണ് അത് തിളങ്ങി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ, ഇനി എന്താ പറയുന്നത്? വൈ ഡിഡ് കവിത സ്മൈൽ? എന്തിനാണ് കവിത സ്മൈൽ ചെയ്തത്? എന്തിനാണ് കവിത സ്മൈൽ? ബിക്കോസ് ഓഫ് ഹെർ ഹാപ്പിനെസ്. ബിക്കോസ് ഷീ ഈസ് വെരി ഹാപ്പി ദാറ്റ് ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ സ്കൂൾ. അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് സന്തോഷത്തിലാണ് കവിത ചിരിച്ചത്. ഓക്കെ, ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ഓക്കെ, നമുക്കൊരു പദ്യം ചൊല്ലി നോക്കാം അല്ലേ. ഓക്കെ, ചൊല്ലട്ടെ. പദ്യത്തിൻ്റെ പേര്, കവിതയുടെ പേര് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. പോയം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കവിതയാണ്. അതിൻ്റെ പേര് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. നമുക്ക് ഫ്രണ്ട്സ് ആകാം, കൂട്ടുകാരാകാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ. നമുക്ക് ഫ്രണ്ട്സ് ആകാം, നമുക്ക് ഒരുമിച്ച് കളിക്കാം.
ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം അല്ലേ? ഹാവിങ് ഫൺ, തമാശകൾ പങ്കുവെക്കാം, നമുക്ക് ഉണ്ടാകും അല്ലേ? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. അത് തന്നെയാണ് രണ്ടാമത്തെ ലൈനും പറയുന്നത്. യുവർ ടേൺ, then my turn, let's share and say thank you. Your turn and then my turn, sharing is caring, that's what we do. എന്താ പറയുന്നത് മക്കളെ? യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ? എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാം. എന്നിട്ടോ യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിങ് ഈസ് കെയറിങ്. കണ്ടോ? അത് പഠിച്ച മക്കളെ, ഷെയറിങ് ഈസ് കെയറിങ്. ഏറ്റവും വലിയ എന്താണ് നമ്മൾ ഒരാളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധയുടെ, കരുണയുടെ ലക്ഷണമാണ് എന്ത്? ഷെയറിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു ദിവസം പെൻ എടുക്കാണ്ട് വന്നു, പ്ലീസ് ഷെയർ എ പെൻ അല്ലെ? നിങ്ങൾ ഒരു പെൻ എടുത്ത് അവന് കൊടുക്കുക പ്ലീസ്, അല്ലെ അവൾക്ക് കൊടുക്കുക പ്ലീസ്, ഇന്ന് നിങ്ങളിന്ന് യൂസ് ചെയ്തോളൂ കൊണ്ട് ഒരു പെന്ന് കൊടുത്ത് നോക്കൂ. അവൾ എത്ര ഹാപ്പി ആയിരിക്കും എന്നറിയാം അല്ലേ? അല്ലെങ്കിൽ എന്താ, ഒരു ദിവസം ഒരു കുട്ടി ഫുഡ് കൊണ്ടുവരാൻ മറന്നുപോയി, നിങ്ങളുടെ ഫുഡിൽ നിന്നൊരു ചെറിയ പോർഷൻ ആ കുട്ടിക്ക് കൊടുക്കുക. സോ അതാണ് പറയുന്നത്, ഷെയറിങ് ഈസ് കെയറിങ്, ദാറ്റ്സ് വാട്ട് വി ഡു. നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും കാര്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠമാണ് മക്കളെ ഷെയറിങ്. ഓക്കെ, എന്താണ് അതിൻ്റെ അടിയിലൊരു ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളും കൂട്ടുകാരും കൂടി കളിക്കാറുള്ള ഗെയിംസ് എന്തൊക്കെയാണ്? പറഞ്ഞു നോക്കി എല്ലാവരും കേട്ടോ. അപ്പം അത്രയുള്ള ഈ പാഠം നല്ലൊരു പാഠമാണ് അല്ലേ? ഷെയറിങ് ഈസ് കെയറിങ് പഠിച്ചു നമ്മൾ. ഓക്കെ, അത്രയേ ഉള്ളൂ പാഠം, ടെൻഡർ ടച്ച്. അപ്പോൾ ഇനി എന്താണ്, നിങ്ങൾ കുറേ പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കാനുള്ള വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കുക, നല്ലോണം പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ടീച്ചർ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസ് വേണ്ടവർക്ക് അവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഇടുന്ന എല്ലാ ക്ലാസ്സും മിസ്സാകാണ്ട് കിട്ടുന്നതായിരിക്കും. Okay, bye മക്കളെ, see you in the next class.